ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ. ഞാൻ അവസാനിപ്പിക്കാട്ടോ, അതുകൂടി പറഞ്ഞാൽ നിർത്തും. കെവിൻ കാർട്ടൻ അന്ന് ലോക പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ. അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി. സൊമാലിയയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ. അദ്ദേഹം ആഗ്രഹിച്ചൊരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു, അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു. സൊമാലിയയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോലുമായൊരു പാവം പെൺകുട്ടി ദാഹിച്ച് ഇങ്ങനെ മുട്ടിലയഞ്ഞിങ്ങനെ നീങ്ങുക. വയലിൽ കൂടെ പൊരി വെയിലത്ത് ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ചലനമില്ലാണ്ടാവും, പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ്, ആ ചെറിയ പെൺകുട്ടി എല്ലും വാരും ഒക്കെ ഉന്തി എല്ലും തോലുമായ പെൺകുട്ടി ഇങ്ങനെ എഴഞ്ഞു നീങ്ങും. അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടീൻ്റെ ബേക്കിൽ ഇങ്ങനെ കാത്തുക്കും. നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം. ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടി അതിനെ കൊത്തി തിന്നാന്ന. ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരിറക്ക് വെള്ളം കിട്ടിയെങ്കിൽ ഒന്ന് ജീവിക്കാന്ന. പട്ടിണിയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു. അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി. രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി. രാജ്യങ്ങൾ മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങളാ കെവിൻ കാർട്ടൻ കൊടുത്തു. ആ രണ്ട് ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി. 8 മാസം, 1 വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി, അംഗീകാരം കിട്ടി. പല രാജ്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ടുപോയി, അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു. കാരണം വല്ലാത്തൊരു രംഗാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നുണ്ടത്. മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പം, അദ്ദേഹത്തിന്റെ ആ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പം, സദസ്സിലുള്ള ഒരു 21ാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, കെവിൻ കാർട്ടൻ, എനിക്കൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചോളൂ. ആ ചിത്രത്തിൽ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു, ഒരു കഴുകൻ. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു കഴുകനേ ഉള്ളൂ. ഉടനെ പെൺകുട്ടി പറഞ്ഞു, അല്ല കെവിൻ കാർട്ടൻ, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴുകനും, രണ്ടാമത്തത് ആ ക്ഷീണിച്ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാവാനും പണം സമ്പാദിക്കാനും നിന്ന നിങ്ങളും ആ കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ? ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ, ആ കുട്ടി ജീവിച്ചെന്നോ, ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ, ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കെവിൻ കാർട്ടൻ, താങ്കളും കഴുകനും ഒരേപോലെയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്ന് വരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി. വിഷാദ രോഗം ബാധിച്ചു. അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നമ്മൾ ചിന്തിച്ചു നോക്കി മനുഷ്യരെ, റബ്ബ് തരുന്നത് എന്തിൻ്റെ പിന്നിലും എന്തിൻ്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും. പടച്ചോൻ 1 ലക്ഷം ഉറുപ്പിക വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതണ്ട. ആ 1 ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ ആരോഗ്യത്തിന്റെ ഐശ്വര്യം തരണേ എന്ന് വിചാരിക്കണം. അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നത് ആണെങ്കിൽ, നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും. ഈ 4 കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാ. ഇതിന് റബ്ബിനെ തരാൻ പറ്റും. ഞാൻ പട്ടിണി കിടന്ന് നിങ്ങൾക്ക് എനിക്ക് കിട്ടുണ്ടത്തരാ, ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്ക് മരുന്നുണ്ടത്തരാ. പക്ഷെ ഈ 4 കാര്യങ്ങൾ റബ്ബിന് മാത്രം തരാൻ പറ്റുന്നതാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, പടച്ചോനെ എനിക്ക് സന്മാർഗം വേണം. വത്തുക, എനിക്ക് തഖ്വ വേണം. വൽ അഫാഫ, എനിക്ക് വിവേകം വേണം, വിനയം വേണം. വൽ ഇനാ, എനിക്ക് തരുന്നതിലൊക്കെ ഒരു ഐശ്വര്യം വേണം. ഇത് 4ഉം പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരവും നോമ്പൊക്കെ ജോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും, തക്കുവേ ഉണ്ടാവില്ല, ഒരു കുന്തവും ഉണ്ടാവില്ല. അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. കയ്യെട്ടുന്നുണ്ട്, സലാം വീട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താ ചെല്ലിയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും. തറാവിക്ക് നിൽക്കുന്നുണ്ട്, 11 കഴിയുന്നുണ്ട്, പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട്. എന്തൊക്കെ ഇപ്പം മൊയിലാർ ഓതിയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും. റമദാൻ ഇപ്പം 22 ആയല്ലോ, അൽഹംദുലില്ലാ 22 ആയി. ഒരു 6 എണ്ണം കൂടി 8 എണ്ണം കൂടി അല്ല ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഇത്രയും ഉണ്ടാവും. അല്ലാണ്ട് പോവുകയാണല്ലോ റബ്ബേ, 22 ദിവസം എനിക്ക് 22 പേജ് ഓതാൻ പറ്റിയോ? 22 ദിവസം കൊണ്ട് എനിക്ക് പടച്ചോന്റെ മുൻപിൽ എൻ്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ? 22 ദിവസം കഴിഞ്ഞ് ഇനി 8 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത റമദാനിലേക്ക് ഞാൻ ഉണ്ടാകുമോ? ബേജാറൊന്നും ഉണ്ടാവില്ല. തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം. എല്ലാവരും അത്തരക്കാരെന്നല്ലോ.
ഈ 4 കാര്യം പടച്ചവനോട് ചോദിച്ച് വാങ്ങേണ്ടതാ. 22 ദിവസത്തിൻ്റെ അടുക്ക് ഒരു തവണ ഇത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ? നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. വലിയ സങ്കടകരമായൊരു പര്യവസാനമായിരിക്കും നമുക്കുണ്ടാവും. അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഇനാ. പടച്ചോനെ, എനിക്ക് സന്മാർഗം വേണം. ഞാൻ മുസ്ലിം ആക്കിയതുകൊണ്ട് കാര്യമല്ല റബ്ബേ. കാരണം മുസ്ലിമായ അൻസാറും മുസ്ലിം അല്ലാത്ത അൻസാറും പടച്ചോൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ളാഹ് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളും ഒരേപോലെയാണ്. പേരുകൊണ്ടല്ല പടച്ചോൻ തീരുമാനിക്കുന്നത്, ഓന് കിട്ടിയ ജീവിതത്തിൻ്റെ സന്മാർഗം കൊണ്ടാണ്. അതുകൊണ്ട് നാദാ, ദീനനുസരിച്ച് ജീവിക്കാൻ, ഹക്കായ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, കടബാധ്യതയിൽപ്പെട്ട് ഹലാലായല്ലാത്ത പല സമ്പാദ്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയവരുണ്ട് നാഥ. ഏറ്റവും എളുപ്പം ആ ഹറാമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ലോണിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനും, ബാധ്യതകളില്ലാതെ കടം വീട്ടി മരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളോട് നീ സഹായം ചെയ്ത് അനുഗ്രഹം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ചെറിയ കുഞ്ഞടക്കം ആശുപത്രിയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന രോഗത്തിനടിമപ്പെട്ടവർ നാദാ, എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി ഓരോ കുടുംബത്തിലും നീ സമാധാനം പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബേ, ഈ 22 നോമ്പുകളെ യഥാർത്ഥ നിലക്ക് ഉപയോഗപ്പെടുത്തി മനസ്സും ശരീരവും അള്ളാഹുവിങ്കലേക്ക് ചേർത്ത് നിർത്തി ഒരു നല്ല മുത്തക്കിയും മുഅ്മിനുമായി മരിക്കാൻ നീ ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഇനാ വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.